ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി എമ്മി ബൈ ആൻഡ് സൂസൻ. ഇന്ന് ഞാൻ ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് മോളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ ടേസ്റ്റി ഫിഷ് മോളിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. ഫിഷ് മോളി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ അല്ലാതെ വേറെ പാംഫ്ലെറ്റും മോതയും കരിമീനും ഒക്കെ ഉപയോഗിച്ച് ഫിഷ് മോളി തയ്യാറാക്കാവുന്നതാണ്. മീനിലോട്ട് കുറച്ച് മസാല ചേർത്ത് പിടിപ്പിക്കാം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് മീനിലോട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു കുറഞ്ഞത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇങ്ങനെ മീനിലേക്ക് മസാല തേച്ച് കുറച്ച് നേരം വെക്കുന്നത് മീനിലേക്ക് നന്നായിട്ട് ആ ഉപ്പ് എരിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് സഹായിക്കും. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പ് തേച്ച് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്കിട്ട് വറുത്തെടുക്കണം. ഓരോ വശവും 2-3 മിനിറ്റ് നേരം വറുക്കണം. തിരിച്ചു മറിച്ചും ഇട്ട് വറുക്കണം. സ്റ്റീൽ പാനിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇളക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ഇളക്കണം. പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ കുഴപ്പം വരില്ല. അങ്ങനെ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായി മസാലയ്ക്ക് ആവശ്യമായതെല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു 3 സവാള, 6 വെളുത്തുള്ളി അല്ലി വലിയത്, 5-6 പച്ചമുളക്, 1.5 ഇഞ്ച് ഇഞ്ചി ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം കനം കുറച്ച് അരിഞ്ഞെടുക്കണം. സെയിം പാനിൽ തന്നെ ബാക്കി എണ്ണയും ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയിൽ ആദ്യം ഗ്രാമ്പും ഏലക്കായും വറുത്തെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് ചേർക്കാം. അതിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. പച്ചമുളക് അരിഞ്ഞതും ഒരു 6-7 കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്, 2ാം പാല്. ഞാൻ പാൽപ്പൊടി കൊണ്ടാണ് പാലുണ്ടാക്കിയിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കുന്നു. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇനി കൈവച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എരിവിന് വേണ്ടി അല്പം കൂടെ കുരുമുളക് ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. ഈ സമയത്ത് ഇതിന് മുകളിലേക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത് വെച്ച് കൊടുക്കാം. ഗ്രേവിയുടെ ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ചെറുതീയിൽ തിളപ്പിക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് തേങ്ങാപ്പാൽ 1ാം പാൽ ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ 3/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കുന്നു. പതുക്കെ ചുറ്റിച്ച് മിക്സ് ചെയ്യാം. മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും വെക്കുന്നു. 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലൂടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ബോയിൽ ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ക്രീമി ഫിഷ് മോളി റെഡിയാണ്. ഈ ഫിഷ് മോളി കൂട്ടി അപ്പമൊക്കെ കഴിക്കാം. അപ്പം മാത്രമല്ല പത്തിരിയോ ചപ്പാത്തിയോ ബ്രെഡോ ഒക്കെ കഴിക്കാൻ പ്രത്യേക രുചിയാണ്. ഇതുപോലെ ഫിഷ് മോളി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടമാകും. കമൻറ്റ്സ് എഴുതി അറിയിക്കണേ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം നോക്കണേ. മറ്റൊരു നല്ല ഡിഷുമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക്